തിന്നാൻ പറ്റുമോ? പറ്റൂല. അതിനടുത്തേക്ക് പോകാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ എന്താണ് അങ്ങനെ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു കൂട്ടിൽ കിടക്കുന്ന മാതിരി വെള്ളക്കാരെ കൂടി നമ്മളെ ഭരിക്കുന്നത് അവര് നമ്മളെ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? നമുക്ക് വീട്ടിലൊക്കെ ചെന്നാൽ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അത്. അപ്പൊ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത് വീടിന് തത്തൊക്കെ ഉണ്ടെങ്കിൽ പതുക്കാണ്ട് പുറത്തേക്ക് വിട്ടാളി. കാരണം സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ ബുദ്ധിമുട്ട് മനസ്സിലാവൂലേ? വിടുവോ? തത്തക്കാരെയുണ്ടെങ്കിൽ വിടുവോ? അപ്പൊ അതിനാർക്ക് താല്പര്യമില്ലേ? അപ്പൊ ഇതെന്ത് സ്വാതന്ത്ര്യമാണ് നമുക്ക്? ഒരു തത്തനോടാണ് സ്വാതന്ത്ര്യത്തിലേക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയെന്ന് നമ്മുടെ എങ്ങനെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ നാട് മാറണം. അതായത് നമ്മൾ ഭരിക്കാനുള്ള നിങ്ങൾക്കൊന്നും വോട്ട് ഉണ്ടാവില്ല. നിങ്ങളമ്മമാരും പലൊക്കെ പോയി വോട്ട് ചെയ്തിട്ട് ഭരണങ്ങളൊക്കെ വരുന്ന പഞ്ചായത്ത് മെമ്പറാവുന്നത് MLA ആവുന്നതൊക്കെ അന്ന് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല. അതിനവസ്ഥ ഒന്നും ഇല്ല. അന്ന് എന്ത് ചെയ്യാ? ബ്രിട്ടീഷർ ആരാ പറയുന്നത്? അവര് തീരുമാനിക്കും പൈരം കൂടെ ഒരാൾ ഭരിച്ചോട്ടെ. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ മാറിയിട്ട് സ്വാതന്ത്ര്യം നമുക്ക് എന്തിനും കൂടെയാണ് കിട്ടിയിരുന്നല്ലോ. നമ്മള് ഇവിടെ ഒരുപാട് പാട്ട് സംസാരിക്കുന്ന ഈ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആ വട്ടമൊന്നുമല്ല. ഒരുപാട് പാട്ടുകളൊക്കെ സംസാരിക്കുന്ന ആൾക്കാരാ, ഒരുപാട് രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാ. നിങ്ങളെ വീട്ടിൽ നിസ്കരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? വീട്ടിൽ നിസ്കരിക്കുന്ന ചിലര് വീട്ടിൽ അമ്പലത്തിൽ പോകുന്നവരുണ്ടാവും, ചിലർ ക്രിസ്ത്യൻ പള്ളിയിൽ പോകുന്നുണ്ടാവും. എല്ലാവരും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ കിട്ടിയപ്പോ എല്ലാരും കൂടി സ്നേഹിച്ച് നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകളായിട്ട് കഴിയാൻ വേണ്ടിയിട്ട് കിട്ടിയ ഒരു അവസ്ഥ. ആ ഒരു അവസ്ഥയാണ് ശരിക്കും നമ്മുടെ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയോ? ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കേണ്ടത് ഒപ്പരിക്കുന്ന സഹപാഠികളെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വരെ നല്ല കാര്യം ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭൂമി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് എന്ത് ചെയ്യാനും അപ്പൊ നമുക്ക് ഒരു വീട്ടില് ഒരു ചെടിയെങ്കിലും ഓരോരുത്തർ പോയി നടുക. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ബോധം നമുക്ക് ഉണ്ടാവുക. അതുകൊണ്ട് ഇന്ന് മുതൽ ആ വക കാര്യങ്ങൾ ശ്രദ്ധിച്ച് എന്തായാലും ഒപ്പമുള്ളവരെ സ്നേഹിക്കുക. അത് ചെയ്യില്ല എല്ലാവരും. അങ്ങനെയൊക്കെ ചെയ്ത് നല്ല കുട്ടികളായി അതാണ് സ്വാതന്ത്ര്യം കേട്ടോ. ഇതൊക്കെ ചെയ്യാനുള്ള അവസരം നമുക്ക് കിട്ടിയതാണ് സ്വാതന്ത്ര്യം. ആ അവസ്ഥ മനസ്സിലാക്കി എല്ലാവരും ചെയ്യണം. അതിലെല്ലാവരും റെഡി ആവണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.